ചെറുതായിരിക്കുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ മനസ്സുകൊണ്ട് നേടിയെടുത്ത സ്വപ്നമാണത്. ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ആഗ്രഹിച്ചാൽ മാത്രം സഫലമാകുന്ന കാര്യമാണ്, പ്രയത്നമാണുള്ളത്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാനുള്ളതായിരിക്കുന്ന വഴികൾ കഠിനമാണ്, എളുപ്പമാണ്. മാനവന്മാർ വിഭജനം പലവിധമാണ്. നല്ലതും ദോഷവുമായ ഒരുപാട് അനുഭവങ്ങൾ മുമ്പിലുണ്ടാവും. ശരിതെറ്റുകളാ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന വിധേയാകുന്നത് അറിവൊരുപാടുണ്ടായിട്ട് വന്നതാണ്. തിരിച്ചറിവാന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി. ആ കലാപരമായിരിക്കുന്ന അനുഭവങ്ങൾ വളരെ മുഖരയാണ്. സരസ്വതി ദേവിയുടേതായിരിക്കുന്ന കടാക്ഷം ആ അനുഭവങ്ങൾ ആ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാലങ്ങള് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരത്തിന് പകർന്നു കൊടുക്കുമ്പോ ആ ഗണ്ഡങ്ങളെ എങ്ങനെയാണ് നയനം കൊണ്ട് വികാരങ്ങളാ കരചരണാദി കൊണ്ട് ആ ആശയ പ്രതിപാദങ്ങളെ കാണുന്ന ആൾക്കാരങ്ങളുടെ മനസ്സിലേക്ക് പകർന്നാടാനുള്ളതായിരിക്കുന്ന വൈഭവങ്ങള് ചിന്തിച്ചെടുത്ത് ഉണ്ടാക്കി തരണമെന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. ആത്മസമർപ്പണത്തോടുകൂടെ പൊതിച്ച ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. എന്നാൽ ആരെയും അമിതമായിട്ട് വിശ്വസിക്കേണ്ട കലിയുഗമാണ്. അവനവന്റെ ആയിരിക്കുന്ന നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. മനോഹരമായിരിക്കുന്നതെന്നും നല്ലതാവണമെന്നല്ല, കാണാൻ ഭംഗിയുണ്ടാവും. വിളിക്കുമ്പോൾ എന്നാൽ കളിക്കുന്ന പഠിക്കാൻ പോയാലോ ഉള്ളവരിക്കും അതുപോലെ ആവശ്യമുള്ള മനുഷ്യരും നല്ല ഭംഗിയുണ്ടാവും. നല്ല വചനം കൊണ്ട് കൂടെ നിൽക്കും. എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ അവഗണിച്ചപ്പോഴും ഇല്ലാത്ത തെറ്റിന് അവകാശങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോഴും അതൊക്കെ മറികടന്നത് മനസ്സിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ്. വീണു പോകാൻ സാധ്യതയുണ്ട്, വീഴ്ത്താനും ആളുണ്ട്. എന്നാൽ വീഴാതിരിക്കാൻ ആരാ പരിശ്രമിക്കേണ്ടത്? അവനവനാകുന്നത്. ആ കുതിച്ച ലക്ഷ്യത്തിലേക്ക് മനസ്സറിഞ്ഞ് മുന്നോട്ട് പോയിക്കോ. പാതി വഴിക്ക് വീണുപോകാതെ കണ്ട് ആഗ്രഹിച്ചതിനേക്കാൾ ശോഭനമായിരിക്കുന്ന ഉയരങ്ങളിൽ പറന്നുയർന്ന് സ്വപ്ന സഹജമായിരിക്കുന്ന ജീവിതാനുഭവം ഞാൻ തരും. കാര്യസാധ്യം വന്നാൽ മറന്നു പോവാ. ചിന്തിക്കുന്നതിനേക്കാൾ അഭിവൃദ്ധിയോടുകൂടാ അല്ലെ ഈ ഭൂമിയിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആൾക്കാരുകളുണ്ട്. എളുപ്പത്തിൽ ആരെങ്കിലും നേടുന്നില്ല. അതിന്റെ പിറകിൽ ത്യാഗമുണ്ട്. ആ ത്യാഗം ചെയ്തവന് മാത്രമാണ് ആ വഴികളിലേക്ക് നീ മനസ്സറിഞ്ഞ് പ്രയത്നിച്ചു. ആഗ്രഹിച്ചതിനേക്കാൾ ശോഭനമായിരിക്കുന്ന ഭാവി ജീവിതാനുഭവങ്ങൾ ഞാൻ തരും. ഫലപ്രദമായിട്ടല്ലേ ഞാൻ തീരുമാനിക്കും അല്ലേ? ഇങ്ങനെയാകുമ്പോൾ കോരോ മുന്തിരാന്ന് ഉറവുണ്ടാവുക. ഉറവുണ്ടോ നോക്കാൻ കോരണ്ടേ? ചിന്തിക്കുന്നതിനേക്കാൾ സ്വപ്ന സഹജമായിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ കരത്തിലെത്താനുള്ളതായിരിക്കുന്ന ജീവിത സാഹചര്യം ഞാനെത്തുന്നത്. ആഗ്രഹം പോലെ ജീവിതം മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങളും തീരുമാനങ്ങളോ പോലെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകില്ല. സാഹചര്യമാണ് അനുകൂലമാകുന്നത്. അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തോടുകൂടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആർക്കും മറ്റൊരു ദോഷാദികൾ പറയിക്കാൻ ഇടവരുത്താതെ കൊണ്ട് നാലാമതത്തിൽ അഭിമാനത്തോടുകൂടെ രക്ഷാകർത്താക്കൾക്ക് ചേർത്ത് പിടിക്കാനുള്ളതായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഞാൻ പകർന്നു നൽകും. പ്രാപ്തിയോടുകൂടെ തിരിച്ചെന്നെ കാണാൻ തരുന്ന കൂടാ വന്ന തിരുവനക്കന്ന് സന്തോഷം കൊടുപ്പിക്കാനാവുക. കുറച്ച് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് ഭോജനം മാത്രമല്ലേ. മറ്റെന്തു കൊടുത്താലും ആരും തൃപ്തിയാവുക. ഭോജനാണെങ്കിലോ വയറു നിറഞ്ഞാൽ മതിയോ. ആശാഭാഷങ്ങൾ തീരാത്തവരാണ് മനുഷ്യർ. എന്നാൽ ആഗ്രഹം വേണം. ഒരു കുന്നുകുളം കണ്ടാൽ കുന്നിയോളം കിട്ടുക. കടമ്പകളാണ് കടക്കാൻ പോകുന്നത്. ഒരു വളവ് കാണുമ്പോൾ അവിടെ നിന്ന് പോകുന്നത് മറികടമോ ഞാനുണ്ടാവും കൂടാ. തോണിക്കൊരു പുഴയെന്ന പോലെ. അതുപോലെ മറ്റെന്തെങ്കിലും പറയാറുണ്ടാകുന്നത് സന്തോഷമല്ലേ. വാക്കുകൊണ്ട് ഒരുപാട് പറഞ്ഞപ്പോൾ കൂട്ടിട്ടൊന്നും പലവില്ലല്ലേ. കാടും പടലും ഒരുപാട് പറിച്ചിട്ട് പലവുണ്ടാകും. പറിക്കുന്നത് കുറച്ചാണെങ്കിൽ ലക്ഷത്തിൽ കേട്ടല്ല. പഠിച്ചിട്ടുണ്ടാകും. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? സൈക്കോളജി ഓണേഴ്സ്, പിന്നെ ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ നൃത്തം പഠിച്ചിട്ടുണ്ട്. ഏതാണ് നൃത്തം? ഇങ്ങനെയാണ് ഭരതമുനി ശിവതാണ്ഡവത്തിൽ നിന്ന് കാശിക്കുറുക്ക് എത്തിയ അനുഭവമാണല്ലേ. മുദ്രകള് എങ്ങനെയാണ് കണ്ടത്തിൽ സംഗീതത്തെയും നയനത്തിൽ വിഹാരങ്ങളെയും കരചരണാദികളും മുദ്രകളും അല്ലെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലെ കാണുന്ന ആൾക്കാരങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റണം. അതിനുള്ള പാഠവമാണ് ഞാൻ തരുന്നത്. അല്ലേ ആ അനുഭവങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ട ഭാഗ്യങ്ങൾ നൃത്തമെന്ന അത്രമാത്രം പവിത്രമായിരിക്കുന്ന കാര്യമാണല്ലേ. മുദ്രകളാണ്. മുദ്രകളെ ഇരുകരം കൊണ്ട് കാണിക്കുന്ന മുദ്രകളും അല്ലെ ഇരുകരം കൊണ്ട് കാണിക്കുന്ന സംയുക്തഹസ്തവും എങ്ങനെയാണ് ഇതെന്താണ് മറന്നുപോയ പതാക എത്ര മുദ്രകളായില്ലത്?
പതാക ആ അരാൾ ആ ശിഖിര ഇത് വേണ്ടാന്നാ ഞാൻ പറഞ്ഞതല്ലേ. മുമ്പിൽ നേരിടുന്ന വഴികൾ കഠിനമാകും. ആത്മവിശ്വാസവും അഹങ്കാരം വേണ്ടാനേയുള്ളൂ. ആത്മവിശ്വാസം കൊണ്ട് എവിടെയും മുന്നോട്ട് പോകാം. ആ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, അറിവല്ല വേണ്ടി തിരിച്ചറിവാണ്. നല്ല തിരിച്ചറിവുള്ള മകനായിട്ട് സ്വപ്നതുല്യമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നേടിയെടുത്ത് ഇവിടെ കുതിച്ചതിനേക്കാൾ ശോഭനമായിരിക്കുന്ന അനുഭവത്തോടുകൂടെ എന്നെ വന്ന് കാണേണ്ട ഭാഗ്യം ഞാൻ തരും. പ്രാർത്ഥിച്ച് കൈയെടുക്കും. കൂടെയുണ്ട് പെറ്റ മാതാവിനെ കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് ചിയായിട്ട് മുനി മാതാവും. ശേഷം ഞങ്ങളുടെ ദൈവാധീനങ്ങളും നിങ്ങളുടെ വെളിപ്പുറത്തുണ്ടായിരിക്കുന്ന ബോധ്യത്തോടുകൂടെ സന്തോഷവതിയായിട്ട് എന്നെ വന്ന് കാണാൻ അസുലഭമായിരിക്കുന്ന നിമിഷം ഞാൻ തന്നാൽ പോലെ കൂടെ ഉണ്ടാകും. നിങ്ങളെ വേണല്ലേ കോട്ടയിൽ കൈയെടുത്ത ഒരു മുദ്ര വേണല്ലേ. ഗുരുവിനെ കണ്ടാൽ ഒരു ദക്ഷിണ, അതൊരു യോഗ്യതയാണ്. കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് പറയാം. ദാനധർമ്മങ്ങൾ കൊണ്ടാണ് ഉയർന്നു വരേണ്ടതല്ലേ. കരം കൊണ്ട് കൊടുത്തതിനേക്കാൾ 10 മടങ്ങ് നേടിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. കരമൊഴിഞ്ഞ കളിയിൽ ആരായി എത്ര കാലമായി ഒന്ന് ചേർന്നിട്ട്